സിനിമാ നോട്ടത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടക്കം നന്നായോ? തുടക്കം നന്നാക്കാമായിരുന്നു. പക്ഷേ നല്ലൊരു അവസരം മുഴുവനായി ഉപയോഗിച്ചില്ല എന്ന് തോന്നുന്നു. അത് തന്നെയാണ് ചിത്രം കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ബാക്കിയാവുന്ന ഒരു സംശയം അതാണ്. കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്ന ഒരു ചിത്രമായിരുന്നില്ലേ ഇത്? സിനിമാ നോട്ടത്തിൽ നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് വിസ്മയ മോഹൻലാൽ അഭിനയിച്ച തുടക്കം എന്ന ചിത്രമാണ്. തുടക്കം എന്ന സിനിമ ഒരു ഫാമിലി പാക്കേജാണ്, ആശീർവാദ് ഫാമിലി പാക്കേജ്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്നു, വിസ്മയ മോഹൻലാൽ നായികയാവുന്നു, ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് അതിൽ നെഗറ്റീവ് റോള് ചെയ്യുന്നു, മോഹൻലാലിന്റെ ക്യാമിയോ റോള്. അപ്പൊ മൊത്തത്തിൽ അവര് കുടുംബത്തിന്റെ ഒരു ഫാമിലി പാക്കേജ് ചിത്രമാണ്. അപ്പൊ ഒരു നെപ്പോ കിഡിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു തുടക്കമായിട്ടാണ് ഈ സിനിമ കാണുന്നത്. പക്ഷെ ആ ഒരു പ്രിവിലേജ് ഉണ്ട്. ഇത് വേറെ ഏതെങ്കിലും ഒരു പുതിയ നായികയെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യണമെങ്കിൽ ഇത്രത്തോളം ആളുകൾ സ്വീകരിക്കുമെന്നില്ല. മോഹൻലാൽ എന്നുള്ള ബ്രാൻഡിനെയാണ് അവരവിടെയും ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബ്രാൻഡിനോടുള്ള അമിതമായ ഒരു ആരാധന തന്നെയാണ് ഒരുപക്ഷെ വളരെ മികച്ചതാവാമായിരുന്ന ഒരു ചിത്രത്തിന്റെ ഗ്രാഫ് ഒന്ന് താഴ്ത്തുന്നത്. ട്രെയിലറിൽ നമ്മൾ കണ്ടതാണ്, മോഹൻലാൽ ചിത്രത്തിൽ വരുന്നുണ്ട്. പക്ഷെ മോഹൻലാലിനെ ചിത്രത്തിൽ ഉപയോഗിച്ച രീതി ഈ ചിത്രത്തിന്റെ മൊത്തത്തിലുള്ള കെട്ടുറപ്പിനെ വളരെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇത് ഒരു വിസ്മയുടെ മാത്രം ചിത്രമായിട്ട് പോവുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ. ഒന്നാം പകുതിയിൽ ചിത്രം സൃഷ്ടിക്കുന്ന ഒരുപാട് പിരിമുറുക്കങ്ങളും വളരെ ടെൻസായ കുറെ രംഗങ്ങളൊക്കെ ഉണ്ട്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ആ തിരക്കഥയുടെ കെട്ടുറപ്പിനേക്കാൾ സംവിധായകൻ മുൻതൂക്കം കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ സിനിമയുടെ ചില ഗിമ്മിക്കുകൾക്കാണ്. അതാണ് ചിത്രത്തിലെ വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് മാറുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു മോശം ചിത്രമാവുന്നില്ല. ചിത്രത്തിൽ കൈയടിക്കാനുള്ള കുറെ അധികം രംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷകരെ മടുപ്പിക്കാത്ത തരത്തിൽ ജൂഡ് ആന്റണി ചിത്രം അവസാനിപ്പിക്കുന്നുണ്ട്. സിനിമ നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് ജൂഡ് ആന്റണിയുടെ ഒരു പൊളിറ്റിക്സ് ഇതില് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം ജൂഡ് ആന്റണിയുടെ രാഷ്ട്രീയം എങ്ങനെയാണെന്ന് 2018 സിനിമയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വിമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ഇതൊരു സ്ത്രീ ശാക്തീകരണ സിനിമ എന്ന് പറയുമ്പോഴും ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് എതിരാളി ഇടിച്ച് തോൽപ്പിച്ചുകൊണ്ടുള്ള സ്ത്രീ ശാക്തീകരണമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊരു പൂർണ്ണമായും ഒരു മെയിൽ ഗെയ്സിൽ, പുരുഷന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് മാത്രം പറയുന്ന ഒരു സിനിമയാണ്. അങ്ങനെ കുറെ ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. അതായത് ജൂഡിന്റെ ആദ്യ ചിത്രമായ ഓം ശാന്തി ഓശാന മുതൽ നമുക്ക് സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് കഥ പറയുന്ന ഒരു രീതി കാണാൻ പറ്റും. സാറാസ് എന്നൊരു ചിത്രമുണ്ട്, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെയുള്ള ഈ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം കുറച്ച് സൂപ്പർഫിഷ്യലാണ്, ഒരുപാട് ആഴമില്ല. അതാണ് പ്രശ്നം. ഒറ്റ നോട്ടത്തിൽ ഗംഭീരം എന്നൊക്കെ തോന്നുമെങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോൾ വല്ലാതെ കനം കുറഞ്ഞു വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് സാധാരണ ഒരു ഇത് കാണുമ്പോൾ തോന്നും ഇതൊരു ഫെമിനിസ്റ്റ് ചിത്രമാണ്, ഇതിലൊരുപാട് പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ തോന്നുമെങ്കിലും അതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ശരിക്കുള്ള ജെൻഡർ പ്രശ്നങ്ങൾ, പുരുഷന്മാർ സ്ത്രീകളോട് കാണിക്കുന്ന അതിക്രമങ്ങൾ, ഇതിനൊക്കെ ഈ സിസ്റ്റത്തെ കൃത്യമായി ചലിപ്പിക്കുക എന്ന് തന്നെയാണ് നമുക്ക് മുമ്പിലുള്ള ഉത്തരം. പക്ഷെ ആ സിസ്റ്റത്തെ പൂർണ്ണമായും മറികടന്നുകൊണ്ട് ഓരോരുത്തരും അത് അടിച്ചും ഇടിച്ചും നീതി നേടിയെടുക്കുന്ന ഒരു അവസ്ഥ, അതൊരു ഐഡിയൽ അവസ്ഥയാണോ എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. നമ്മളിങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. തുടക്ക ചിത്രം എന്ന നിലയിൽ വിസ്മയ തിരക്കേടില്ലാതെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ചില ഇമോഷണൽ രംഗങ്ങളിൽ പതറുന്നുണ്ടെങ്കിലും ആക്ഷൻ സീക്വൻസുകൾ വെച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലെ ആക്ഷൻ രംഗങ്ങൾ വളരെ മികച്ചതായി തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സായ്കുമാർ അച്ഛനായിട്ട് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മനോജ് കെ ജയൻ ഒരു പോലീസ് കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആശിഷ് ജോ ആന്റണി, അദ്ദേഹം ഞെട്ടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരു സൈക്കോ ആയിട്ടുള്ള അഭിനയം വളരെ മികച്ചതായിരുന്നു. അതാണ് എല്ലാവരും ഇത് വിസ്മയുടെ ചിത്രം എന്ന് പറയുമ്പോഴും ശരിക്കൊരു ബ്രേക്ക് ലഭിക്കാൻ സാധ്യത ആന്റണി പെരുമാവൂരിന്റെ മകനായിട്ടുള്ള ആശിഷിനാണ്. ഒരു കോൾഡ് ബ്ലഡഡ് ഒരു ബ്രൂട്ടൽ വില്ലൻ എന്നുള്ള ഒരു കഥാപാത്രം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ശരിക്കും നിരാശപ്പെടുത്തിയ
റോളൊക്കെ ആയിട്ട് തോന്നിയത് ഗണേഷ് കുമാറിന്റെ ഒക്കെ ഒരു കോമഡി കാമിയോ റോളാണ്. നമ്മൾ എന്നൊക്കെയോ കണ്ടുമറഞ്ഞ പഴയ മലയാള സിനിമയിലെ തമാശ രംഗങ്ങളൊക്കെ അനുകരിക്കാൻ നോക്കിയതൊക്കെ അവിടെയൊക്കെ ജൂഡെന്ന സംവിധായകൻ കുറച്ച് കൈവിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി കുറെ കോംപ്രമൈസ് ചെയ്ത പോലെയൊക്കെ തോന്നി. സിനിമയെ വല്ലാതെ ഗ്രാഫ് താഴ്ത്തിയ ചില രംഗങ്ങളായിരുന്നു. ഈ ചിത്രത്തിന്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിലെ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ്, വളരെ മികച്ച ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ആക്ഷൻ രംഗങ്ങളെ എലിവേറ്റ് ചെയ്യുന്നതിൽ, ഈ മാസ് രംഗങ്ങളെ എലിവേറ്റ് ചെയ്യുന്നതിൽ ജെയ്ക്സ് ബിജോയിന്റെ മ്യൂസിക് ഗംഭീരം എന്ന് തന്നെ പറയാം. അപ്പോൾ മികച്ച ടെക്നീഷ്യന്മാരെ കൊണ്ടുവന്ന് ഒരു സാധാരണമായിട്ടുള്ള ഒരു കഥയെ മികച്ച ഒന്നാം പകുതിയും ഒരു തരക്കേടില്ലാത്ത പല സ്ഥലങ്ങളിലും ഈ താഴ്ന്നു പോകുന്ന രണ്ടാം പകുതിയുമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാക്കി മാറ്റുന്നുണ്ട് തുടക്കം. ചിത്രത്തിന്റെ നെഗറ്റീവുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാന പ്രശ്നം കുറെ അധികം ക്ലീഷേ ഫിലിം മേക്കിങ്ങിന്റെ സംഗതികൾ നമുക്കിതിൽ കാണാൻ പറ്റും. അത് സ്ഥിരം കാണുന്ന കുറെ കാഴ്ചകൾ കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കൺവീനിയൻസിന് വേണ്ടി ചില സമയത്ത് തിരക്കഥയിൽ വരുന്ന ചില വിട്ടുവീഴ്ചകൾ. ഉദാഹരണത്തിന് ഈ എന്ത് വിശ്വസിക്കുന്ന ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലാത്ത ഗ്രാമീണർ, അവർ മിക്കവാറും ഹൈ റേഞ്ചുകാരായിരിക്കും. നമ്മൾ ഈ റോമൻസ് ഒക്കെ പോലത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത് സ്ഥിരം നമ്മൾ കണ്ടു മറന്ന ചില കാഴ്ചകളാണ്. അങ്ങനത്തെ ചില കാഴ്ചകളിലേക്ക് പോകുന്നുണ്ട്. സ്വിച്ചിട്ട പോലെ എന്ത് വിശ്വസിച്ച് ചില ആൾക്കാരെ വെറുക്കാനും സ്വിച്ചിട്ട പോലെ അവരെയൊക്കെ വിശ്വസിക്കാനും ഇഷ്ടപ്പെടാനും തയ്യാറായിട്ടുള്ള മനുഷ്യർ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ കൺവീനിയന്റ് ആയ ചില എഴുത്തൊക്കെയാണ് ഇതിലൊരു നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അതേപോലെ ആസിഫ് നേരത്തെ പറഞ്ഞു ആക്ഷൻ രംഗങ്ങൾ വിസ്മയ നന്നായി ചെയ്തിരുന്നു. അത് പറയുമ്പോൾ തന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് വിസ്മയെ അളക്കാനുള്ള വലിയൊരു അവസരം ഈ ചിത്രം തരുന്നില്ല. ഇമോഷണൽ രംഗങ്ങളിലോ മറ്റ് ചാലഞ്ചിങ് ആയ നിമിഷങ്ങളിലൊന്നും വിസ്മയുടെ മുഖം നമ്മൾ കാര്യമായിട്ട് സ്ക്രീനിൽ കാണുന്നില്ല. അതൊരു പ്രത്യേക തരത്തിൽ ആ ഡയലോഗുകളിലൂടെയും ക്യാമറയുടെ ചില മൂവ്മെന്റുകളിലൂടെയൊക്കെ അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആസ് എൻ ആക്ടർ അവർ എത്രത്തോളം ഇതിൽ സക്സസ് ആണെന്ന് പൂർണ്ണമായും ജഡ്ജ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ഡെബ്യൂട്ടന്റ് എന്നുള്ള നിലയിൽ ആ ചിത്രം 2 മണിക്കൂർ 20 മിനിറ്റ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട്. അവരവരുടെ റോൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അതൊരു സക്സസ് തന്നെയാണ്. കുറച്ച് ആളുകൾ ഈ ചിത്രം ബോയ്ക്കോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ CJPയുടെ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് വിസ്മയ മോഹൻലാൽ പോസ്റ്റ് ഇടുന്നതും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. വിസ്മയ അനുകൂലിച്ചുകൊണ്ട് അവരുടെ അമ്മ സുചിത്രയും മോഹൻലാലും ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സിനിമ ബഹിഷ്കരിക്കുന്ന അതിനെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത്? കേരളത്തിന് പൊതുവെ പരിചയമില്ലാത്ത ഒരുതരം വെറുപ്പിന്റെ ക്യാമ്പയിൻ ആയിരുന്നു അത്. ഈ കോക്രോച്ച് സമരവുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഹീനമായ സൈബർ ആക്രമണമാണ് വിസ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. സിനിമാ ബഹിഷ്കരണം മാത്രമല്ല, അവരുടെ ശരീരപ്രകൃതിയെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ ബോഡി ഷെയ്മിന് അപ്പുറത്തേക്ക് അവർക്ക് പലതരത്തിലുള്ള ത്രെറ്റുകൾ, ഭീഷണികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ആക്ടറുടെ കോൺഫിഡൻസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുകയും അവരെ പൂർണ്ണമായും ബഹിഷ്കരിക്കാനൊക്കെയുള്ള ആഹ്വാനങ്ങളാണ് മലയാളി സൈബർ ഇടത്തിലൊക്കെ ദൗർഭാഗ്യവശാൽ നമ്മൾ കണ്ടത്. ഇതിന് പിറകിലെ രാഷ്ട്രീയം നമുക്ക് വളരെ വ്യക്തമാണ്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഈ സമരത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോ സെക്യുലറായ ജനാധിപത്യവാദികളായ എല്ലാ മലയാളികളും സിനിമാ പ്രേമികളും ഈ വിഷയത്തിൽ വിസ്മയെ പിന്തുണയ്ക്കുക തന്നെ വേണം. എല്ലാത്തരം ബോയ്ക്കോട്ടിനുള്ള ആഹ്വാനങ്ങളും മറികടന്നുകൊണ്ട് ചിത്രം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട്. ചിത്രം ഒരു ഹിറ്റ് തന്നെയാണ്. എല്ലാവരും സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ആഴ്ച മറ്റ് 1-2 ചിത്രങ്ങൾ കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു DC നമുക്ക് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ലോകേഷ് കനകരാജിന്റെ DC-യുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. സിനിമാ നോട്ടത്തിന്റെ ഈ ഒരു ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.